എല്ലാ മനുഷ്യർക്കും ഏതൊരു കഠിനഭാവിക്ക് പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഉള്ള അവസരം ക്രിസ്തു ഒരുക്കി തന്റെ കുരിശു മരണം വഴി. അതാണ് രക്ഷ. ഇതാണ് യേശുവിനെ രക്ഷകൻ എന്ന് വിളിക്കുന്നത്. സകല മനുഷ്യരുടെയും രക്ഷകനായി ഭൂമിയിൽ ക്രിസ്തു അവതരിച്ചു. ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കാരണം അവൻ എല്ലാം മനുഷ്യരെയും സ്നേഹിക്കുന്നു. എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ പീഡ സഹിച്ചത്. യെശയ്യാ 53-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം അവിടുന്ന് അരുളി ചെയ്തു: നമ്മുടെ അതിക്രമങ്ങളാൽ അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ മേലുള്ള ശിക്ഷ, അവന്റെ മേലുള്ള ശിക്ഷ മനുഷ്യർക്ക് രക്ഷ നൽകി. നമുക്ക് പകരക്കാരനായി ശിക്ഷയേറ്റവനാണ് ക്രിസ്തു. അവിടെ മതമില്ല, മുഖമില്ല. മനുഷ്യനായ എല്ലാവരുടെ ഉള്ളിലും നിത്യജീവൻ അവകാശാരമായ പരിശുദ്ധാത്മാവിനാൽ ആത്മാവ് കുടികൊള്ളുന്നവരാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ ആ മനുഷ്യന്റെ എല്ലാ പാപങ്ങൾക്ക്, അവർ ചെയ്തു കൂട്ടുന്ന എല്ലാ പാപങ്ങൾക്കും പകരമായി നമ്മുടെ അതിക്രമങ്ങളാൽ അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് സൗജന്യമായി രക്ഷയൊരുക്കി. അവന്റെ ശതങ്ങളാലാണ് നാം സൗഖ്യം പ്രാപിക്കുന്നത്. ഈ രക്ഷ അതരം കൊണ്ട് ഏറ്റുപറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ആ ഒറ്റ കാരണത്താൽ സൗജന്യമായ പാപക്ഷമ ഏതൊരു മനുഷ്യനും സംരംഭമാണ്. അത് ഈ തെരുവിൽ നിന്ന് വീണ്ടും ആവർത്തിക്കുന്നു പറയാൻ കാരണം ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ അവന്റെ ആത്മാവിന്റെ രക്ഷ ക്രിസ്തു അഭിലഷിക്കുന്നു. ഇനി രണ്ടാമത്തേത് സമാധാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവാൻ, അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാം നൽകപ്പെടുമെന്ന് അരുളി ചെയ്ത ദൈവരാജ്യത്തിന്റെ രണ്ടാമത്തെ വചനമാണ് സമാധാനമാണ്. അവിടെ എന്താണ് ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ സമാധാനമായി മാറിയത്? ക്രിസ്തു എങ്ങനെയാണ് മനുഷ്യന്റെ സമാധാനമായി തീർന്നത്? യേശു എങ്ങനെയാണ് മനുഷ്യർക്ക് സമാധാനമായി മാറിയത്? അവൻ നമ്മുടെ സമാധാനമാണ്. 2:14 വചനത്തിലൂടെ അവൾ അരുളി ചെയ്തു: അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും തമ്മിൽ അവൻ ഒരുമിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകളെ തകർക്കുകയും ചെയ്തു. അങ്ങനെയാണ് ക്രിസ്തു മനുഷ്യർക്ക് സമാധാനമായി മാറിയത്. അവൻ നമ്മുടെ